ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ, ന്യൂ ഇയർ ആശംസകൾ. ഇത് ആദ്യമേ തന്നെ പറയണത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ക്രിസ്മസ് വിഷസ് പറയണമെന്ന് വിചാരിച്ചിട്ട് അത് നടന്നില്ല. അതുകൊണ്ട് മാത്രമാണ്. എല്ലാവരും ക്രിസ്മസൊക്കെ ആഘോഷിച്ച് അതിൻ്റെ ഒരു ഹാങ് ഓവറിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്നലെ പള്ളിയിലൊക്കെ പോയി, ക്രിസ്ത്യൻസ് ആണെങ്കിൽ പള്ളിയിൽ പോയി, അത് കഴിഞ്ഞ് വന്ന് നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി, നോമ്പൊക്കെ എടുത്തിരുന്ന ആൾക്കാർ അതൊക്കെ മുറിച്ചു, നല്ല ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ച്, പിന്നെ ഫാമിലി ഗെറ്റ് ടുഗദറും ഒക്കെ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കുള്ളൂ. അതല്ലാത്ത വീടുകളാണെങ്കിലും നമ്മൾ ക്രിസ്മസ് ട്രീ ഒരുക്കലും ക്രിബ് ഒരുക്കലും അതുപോലെ നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ഒരു ഗെറ്റ് ടുഗദറൊക്കെ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കുള്ളൂ. എന്തായാലും നമ്മൾ ഇത്തവണ നാട്ടിൽ പോയില്ല, ഇവിടെ തന്നെയായിരുന്നു ക്രിസ്മസ്. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ കേക്ക് വാങ്ങിക്കാൻ വന്നേക്കാണ് കേട്ടോ, അവിടെ ഒരു ഷോപ്പിൽ. അപ്പോൾ വന്നപ്പോൾ തന്നെ പാറുവിൻ്റെ ഫേവറേറ്റ് മാക്രോൺ കണ്ടപ്പം അവൾ കഴിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് അത് കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാണ്. ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്താൽ മതി, അതവിടെ ഇരുന്ന് കഴിച്ച് ഹാപ്പി ആയിക്കോളും ആൾ. അപ്പം ഞാനിവിടെ കേക്ക്സൊക്കെ ഒന്ന് നോക്കുവാണ്. നമുക്കൊരു പ്ലം കേക്ക് മതി, അതും ചെറിയ കേക്ക്, ഒരു 1/2 kg കേക്കാണ് നമ്മൾ നോക്കുന്നത്, കാരണം നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ന്യൂ ഇയർ ആകുമ്പം കുറച്ച് കേക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് പരിചയമുള്ള ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ന്യൂ ഇയർ ആകുമ്പോൾ വാങ്ങിച്ചാൽ മതി. ഇപ്പം നമുക്കൊരു 1/2 kg കേക്ക് വാങ്ങിച്ചിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് വന്നു. നമുക്ക് ക്രിസ്മസിന് കുറേ പ്ലാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണം എന്നൊക്കെ പ്ലാനൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് ചെറിയൊരു പനി കിട്ടിയതുകൊണ്ട് അതെല്ലാം ഡ്രോപ്പ് ചെയ്തു. നമ്മൾ ചെറിയ രീതിയിലങ്ങ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പം പാറുവിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറിയ പനി ഉണ്ടായിരുന്നു, അവളുടെ മാറി. അപ്പോൾ ഷൈച്ചേട്ടന് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പനി വരാൻ പോകുന്ന ആ ബുദ്ധിമുട്ടും ചെറിയൊരു ടെമ്പറേച്ചറൊക്കെ തലേ ദിവസം ഉണ്ടായിരുന്നു രാത്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള പരിപാടികളൊക്കെ അങ്ങ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിലങ്ങ് ആഘോഷിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കിയാലും നമുക്കങ്ങനെ കഴിക്കാനായിട്ട് ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് ഉണ്ടാക്കണേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ പോയി വാങ്ങിക്കാനായിട്ട് എന്തായാലും ആളില്ല. അപ്പം ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പം ഒരുപാട് ലേറ്റായിട്ടാണ് കിട്ടുക. അങ്ങനെ എന്തായാലും പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം ഫുഡ് എന്നുള്ളൊരു തീരുമാനത്തിലായി. അപ്പോൾ രാവിലെ ഞാൻ പുട്ടും പഴം പുഴുങ്ങിയതുമാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അച്ഛനും മോളും കൂടി നടന്ന ഗുസ്തിയാണ് കണ്ടത് നേരത്തെ. അച്ഛൻ അങ്ങനെ കിടക്കാറില്ല പകലൊന്നും. അപ്പം പാറുവിനത് കണ്ടപ്പോഴേക്കും ഒരു ബുദ്ധിമുട്ട്. കാരണം ഷൈച്ചേട്ടന് ചെറിയ പനി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ തലേ ദിവസം. അപ്പം രാവിലെ എഴുന്നേറ്റപ്പോഴും അതിൻ്റേതായ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ആൾ ചുമ്മാ കിടന്നതാണ്. അപ്പോൾ കിടക്കണ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഊണിന് മുമ്പായിട്ടാണ് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. രാവിലെ പിന്നെ ആർക്കും അത് കഴിക്കാനായിട്ടുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ചെറിയ രീതിയിലുള്ള കേക്ക് കട്ടിങ്ങും ഒക്കെയാണ് കാണുന്നത്. പാറുക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. പിള്ളേർക്ക് പൊതുവേ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷം അവൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും വായിൽ വെച്ച് തരിക, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് നമുക്കിപ്പോഴും. എനിക്കിപ്പോഴും ആ ക്രിസ്മസൊക്കെ ആയിട്ട് ഒരു കേക്ക് കട്ട് ചെയ്തില്ലെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ന്യൂ ഇയറിനും ഒരു കേക്ക് വേണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന രീതിയിലൊന്നും എല്ലാ കാര്യങ്ങളും നടന്നൊന്നും വരില്ല. പക്ഷേ നമ്മൾ ഏത് പ്ലാനാണോ നടക്കുന്നത് അതിൽ നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഹാപ്പിനെസ്സോടു കൂടി പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തു. 2 പേരും ഉള്ളെങ്കിൽ പോലും ഷൈച്ചേട്ടനും എനിക്കും ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പാറുവിനും ഇപ്പോൾ അവളുടേതായ ഇഷ്ടങ്ങളുണ്ടല്ലോ, അപ്പം അവൾക്കും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ അതൊന്നും നടന്നില്ല. പക്ഷേ നമ്മൾ അതുകൊണ്ട് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് ആ സാഹചര്യത്തിൽ എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുക അത് ചെയ്യാം.
അപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡിനുള്ള ഒരു ഗ്രേവിയും പിന്നെ ഒരു ബിരിയാണിയും ഓർഡർ ചെയ്തു. ഒരു ബിരിയാണിയല്ല, കുറച്ച് എക്സൽ ബിരിയാണി എന്നാണ് ഇവിടെ ആ ബിരിയാണി ക്വാണ്ടിറ്റി പറയുക. അപ്പം ഏകദേശം 2 പേർക്ക് കഴിക്കാനുണ്ടാവും. അപ്പോൾ അതും ബ്രെഡും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. നമുക്ക് ഇത്രയും പേർക്ക് അത് തന്നെ ധാരാളം. അപ്പോൾ മട്ടൻ ഗ്രേവിയും ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. അത് ഉണ്ടാക്കിയില്ലെങ്കിലും ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മളും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കലാണ് എപ്പോഴും പതിവ്. ഇന്നും അത് തെറ്റിച്ചില്ല. ഞങ്ങൾ 3 പേരും കൂടി തന്നെയാണ് ഇരുന്ന് കഴിച്ചത്. പാറുവിന് പിന്നെ ബ്രെഡൊന്നും വേണ്ട, ബിരിയാണി മതി എന്ന് പറഞ്ഞു. പാറു ബിരിയാണിയുടെ ഫാനാണ്. അവൾക്ക് ബിരിയാണി മതി. ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ബിരിയാണിയാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. അതെപ്പോഴും പറയാറുണ്ട് അവൾ. അമ്മ ഉണ്ടാക്കിയാൽ മതി, ബിരിയാണി വാങ്ങിക്കണ്ടെന്ന് പറയും. അവൾക്ക് എന്തോ ആ ബിരിയാണിയാണ് ഇഷ്ടം. ഞാൻ എങ്ങനത്തെ ബിരിയാണി ഉണ്ടാക്കിയാലും അവൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റും കൂടുമല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണി പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാമെന്ന് മാറ്റി. അങ്ങനെ വാങ്ങിച്ച കേക്ക് നമ്മൾ കട്ട് ചെയ്ത് പീസാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനായിട്ടും എളുപ്പമാണ്, ആരെങ്കിലും വന്നാൽ കൊടുക്കാനും എളുപ്പമാണ്. അപ്പോൾ അന്നേരം കത്തിയൊന്നും അന്വേഷിച്ച് ഓടണ്ടല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും കേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാനൊരു ബോക്സിലാക്കി വെക്കും. പിന്നെ ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെക്കും. അതെല്ലാം ഇപ്പോഴത്തെ അന്തരീക്ഷത്തിലാണെങ്കിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ പുറത്ത് തന്നെ വെക്കാൻ പോകട്ടെ ഞാനിത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കേക്ക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല ഈസി ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആ നേരത്ത് കത്തിയും ഇതൊക്കെ അന്വേഷിച്ച് നടക്കണ്ടേ. അപ്പോൾ ഇതാ ഈ പൊടിയൊക്കെ ഞാൻ സാപ്പിടാൻ പോവാണ്. അപ്പോൾ എനിക്ക് പ്ലം കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും പ്ലം കേക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കൊക്കെ, ഡെസേർട്ട് കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും പ്ലം കേക്കിനൊരു പ്രത്യേക ആരാധനയാണ് ഇവിടെ. അപ്പം നമ്മുടെ ഫുഡ് കഴിഞ്ഞു, കേക്കും എല്ലാം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷൈചേട്ടന് പിന്നെയും ഒരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴും ഇത്തിരി നേരം കിടക്കണം, ക്ഷീണമാണെന്ന് പറഞ്ഞിട്ട് ആൾ പോയി കിടന്നു. അപ്പോൾ പാറുവിന് ഇത്തിരി നേരം സ്ക്രീൻ ടൈമാണ്, ടി വി കാണണം എന്ന് പറഞ്ഞിട്ട് ആളിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കുറേ തുണി മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ നേരത്തെ നമ്മുടെ യൂസ് ചെയ്ത 2 ബെഡ്റൂം ഉണ്ട് ഇവിടെ. അപ്പോൾ മറ്റേ ബെഡ്റൂമിൽ കൊണ്ടുപോയി തുണി ഇട്ട് കഴിഞ്ഞാൽ, ഉണങ്ങിയ തുണി ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കും. ചിലപ്പോൾ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും മടക്കി വെക്കുക. ചിലപ്പോൾ ഞാൻ അന്ന് തന്നെ മടക്കി വെക്കും. അതിപ്പോൾ ഒരു തോന്നൽ പോലെയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അവിടെ കിടക്കുമ്പോൾ നമ്മൾ കാണൂലല്ലോ, ആ റൂമിലേക്ക് എപ്പോഴും നമ്മൾ പോവില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ കാണാതെ കിടക്കുമ്പോൾ ഞാനത് ഒട്ടും മൈൻഡ് ചെയ്യില്ല. അപ്പം ഞാനിപ്പോൾ ഈ ഹാളിൽ തന്നെ ഒരു ചെയറുണ്ട് ചാരിയിരിക്കുന്ന. ആ ചെയറിലങ്ങ് കൊണ്ടിടും. അപ്പോൾ ആ ചെയർ നമുക്ക് ഇരിക്കാനും വേണം. അപ്പോൾ പിന്നെ നമ്മൾ വേഗം അത് ചെയ്തു വയ്ക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലികൾ, നമുക്കിഷ്ടമില്ലാത്ത ജോലികൾ ഒരു പരിധിവരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ തുണിമടക്കലാണ് കാണുന്നത്. തുണിയെല്ലാം നല്ല വൃത്തിയായിട്ട് മടക്കി ഒതുക്കി വെച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. പക്ഷേ ചിലപ്പോൾ നമുക്കത് അങ്ങോട്ട് തുടങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പലർക്കും ഉള്ളൊരു മടിയാണ് തുണി മടക്കുക എന്നുള്ളത്. പക്ഷേ മടക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ എനിക്ക്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ മൊമെൻറ്റ് വരെ ഭയങ്കര മടിയാണ്, പിന്നെ എന്ന് തോന്നും. അപ്പം ഞാനിപ്പോൾ ഒരു സോക്സ് എടുത്തിട്ടുണ്ട്. സോക്സ് മടക്കാനായിട്ട് എല്ലാവർക്കും രണ്ടും കൂടെ ചേർത്ത് മടക്കി വെക്കാനുള്ള ഒരു രീതി എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എനിക്കാരും പറഞ്ഞു തന്നിട്ടുമില്ല. ഞാൻ കുറേ നാൾ മുന്നേ ഒരു വീഡിയോയിൽ കണ്ടു. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മടക്കുന്നത്. ആ പേരിൽ ഒരെണ്ണം കാണാതെ പോയാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 സോക്സും കൂടി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ആ സോക്സ് ഇടുന്ന ആ ഭാഗത്തേക്ക് എല്ലാം കൂടി ചുരുട്ടി അങ്ങകത്തേക്ക് മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു പേരിൽ ഒരെണ്ണം കാണാതെ പോയി അന്വേഷിച്ച് നടക്കേണ്ട ഒരവസ്ഥയും വരില്ല. രണ്ടും ഒരുമിച്ച് തന്നെ ഇരിക്കും. മടക്കി വെച്ചാലും നല്ല ഭംഗിയാണ്. അപ്പോൾ എവിടെയാണെങ്കിലും ഒതുക്കി വെക്കാനും പറ്റും. ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് ഉള്ളിലേക്ക് ബാക്കിയുള്ളതങ്ങ് ഫോൾഡ് ചെയ്ത് അകത്തേക്ക് അങ്ങ് വയ്ക്കുക. വൃത്തിയായിട്ടൊന്ന് വയ്ക്കുക. അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. നമുക്ക് അതൊരു മടക്കിയൊക്കെ കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ പേർക്കൊക്കെ അറിയാൻ പറ്റും. ഇങ്ങനെ അറിയില്ലാത്ത ആൾക്കാർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ട്രിക്സും ഇതൊക്കെ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ട്രിക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ആരാ പറഞ്ഞു തന്നതെന്നും പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. പുതിയ നല്ല വീഡിയോ അല്ല, എല്ലാം നല്ലതായിട്ട് തന്നെ ഞാൻ ചെയ്യാൻ ശ്രമിക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ബൈ.